പ്രൈസ് ദ ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെഫന്യ മൈനർ പ്രോഫറ്റിനെ കുറിച്ച് പഠിക്കുമായിരുന്നു. മൈനർ പ്രോഫറ്റ് ആണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്ന ഒരു ബുക്കാണ് ബുക്ക് ഓഫ് സെഫന്യ. അതിൻ്റെ ചാപ്റ്റർ 1 നമ്മൾ കണ്ടായിരുന്നു. ഒരു വരാനുള്ള വലിയൊരു ഡിസ്ട്രക്ഷനെ കുറിച്ച്, ലോകം മുഴുവൻ ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷനെ കുറിച്ച് പറയുന്നു. പ്രത്യേകിച്ച് യഹൂദയിലുള്ളൊരു ഡിസ്ട്രക്ഷനെ കുറിച്ചും പിന്നെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധി ദിവസം വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചാപ്റ്റർ 2 നമ്മൾ കണ്ടു ലോകത്തുള്ള കുറേ നേഷൻസിനെ കുറിച്ച്, ഫിലിസ്റ്റിയ, മൊവാബ്, അമ്മോനിയർ, ഗാസ, അസേരിയ, ഇത്തോപ്യ, അങ്ങനെ കുറേ പറയുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ചാപ്റ്റർ 3 വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് വരുമ്പോൾ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാണ് പറയുന്നത്. ഗോ ടു ദ സിറ്റി ഓഫ് ഓപ്രസേഴ്സ്. എന്നിട്ട് നമ്മൾ ഒഴുക്കും ഈ സിറ്റി എന്ന് പറയുന്ന മേളിൽ പറഞ്ഞിരിക്കുന്നത് നിനിവയെക്കുറിച്ചാണോ അതോ അമ്മോനിയരെക്കുറിച്ചാണോ ഫിലിസ്റ്റിയെക്കുറിച്ചാണെന്നൊക്കെ നമ്മൾ ഓർക്കും. പക്ഷേ നമുക്കറിയാം ഇത് പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. ദൈവത്തിൻ്റെ ഏറ്റവും സ്നേഹം, ദൈവത്തിൻ്റെ ഹൃദയമായ യെരുശലേമിനോട്, യെരുശലേമിൻ്റെ ഭാവിയെക്കുറിച്ചാണ് ഇവിടെ ദൈവം പറയുന്നത്. കാരണം അവിടെയും ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. എന്തിനാ ജഡ്ജ്മെൻറ്റ്? അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ, അവരവരുടെ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് വരാനായിട്ട്. അന്നേരം ആ ചാപ്റ്റർ 2 നമ്മൾ കണ്ടിരിക്കുന്നത് ഓരോ രാജ്യത്തും ഇത്രയും ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്ന അവർക്ക് വരുന്ന കഷ്ടത എന്തിനാ? ഇവർക്കതൊരു ലെസനായി തീരാനായിട്ടാണ് നമുക്ക് അതിൽ കൂടെയൊക്കെ മനസ്സിലാകുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടാലും ജൂത അല്ലെ യെരുശലേമിലുള്ളവർ അവർ കുറേ കൂടെ വിക്കറ്റ്നെസ്സാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുക. അവർ വിക്കറ്റ്നെസ്സിലായിട്ട് അങ്ങ് ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുവാണ്. കാരണം അവർക്ക് നന്മ ഇപ്പോൾ അറിയത്തില്ല, അവർക്ക് നീതി എന്തോന്ന് അവർക്ക് അറിയത്തില്ല. അതിൻ്റെ 3:1 നമ്മൾ കാണുന്ന വോ ടു ദ സിറ്റി ഓഫ് ഓപ്രസേഴ്സ്, റെബേലിയസ് ആൻഡ് ഡിഫൈൽഡ്. അന്നേരം ഇവിടെ ഒരു 2 ക്യാരക്ടറിൻ്റെ ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. അവർ ഭയങ്കര റെബേലിയസ് ആണ്, പക്ഷേ അതേ കണക്കിന് ദൈവം ഒരു നീതിയുള്ള ദൈവമാണ്. ഇതൊരു കോൺട്രാസ്റ്റ് ആണ് കാണിക്കുന്നത്. നീതിയുള്ള ദൈവം, കാരണം ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം ഒരിക്കലും മാറത്തില്ല. എന്തൊക്കെ മനുഷ്യർ മാറിയാലും ദൈവത്തിൻ്റെ സ്വഭാവം മാറത്തില്ല. ദൈവം നീതിയുള്ള ദൈവമാണ്. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം ദൈവം കോപത്തെക്കുറിച്ച് ന്യായവിധി പറയും, പക്ഷെ പിന്നെ ഒരു സ്നേഹവാക്ക് പറയും. അതുതന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യുന്നത്. നമ്മൾ എത്ര പ്രാവശ്യം ദൈവ വഴിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് ഇല്ലയോ? പക്ഷേ ദൈവം ഓരോ പ്രാവശ്യം ഒരു സ്നേഹമുള്ള ഒരു ഷെപ്പേർഡിനെ പോലെ നമ്മളെ വീണ്ടും ചേർത്ത് പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പിന്നെ അതിൻ്റെ താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ അവരെക്കുറിച്ച് എന്തിനാണ് ദൈവത്തിന് ഇത്രയും വേദന, ഇത്രയും ദൈവത്തിൻ്റെ മനസ്സ് എന്തിനാണ് പൊട്ടുന്നത്? 3:2 വായിക്കും, ഷീ ഒബേസ് നോ വൺ. ആരെയും ഒബീഡിയൻസേ ഇല്ല, ദൈവത്തെ ഒബേ ചെയ്യുന്നേ ഇല്ല. ഷീ ആക്സെപ്റ്റ്സ് നോ കറക്ഷൻ. അവർ ഭയങ്കര അഹങ്കാരികൾ. അവർക്ക് തെറ്റ് കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. നമുക്കറിയാം, നമ്മളും ചിലപ്പം തെറ്റ് കാണിച്ചു കൊടുക്കുക. നമ്മുടെ മക്കളൊക്കെ ഒരു അഡോളസൻസ് ഏജിലായിരുന്ന സമയത്ത് നമ്മൾ തെറ്റ് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടമില്ല. അതൊരു ഇസ്രായേൽ മക്കളും അവർക്കൊരു അഡോളസൻ ഫെയ്ത്ത് ആയിരുന്നു. അവർ ഭയങ്കര ശാഠ്യക്കാരും സ്റ്റബേണും. അവരാര് പറയുന്നതും അവർക്ക് ഇഷ്ടമില്ല. ദൈവം പറഞ്ഞതെല്ലാം അവർ ഓർത്തു അവരുടെ തിന്മയ്ക്ക് വേണ്ടിയാണെന്ന് അവരുടെ അഹങ്കാരം കൊണ്ട് അങ്ങനെ അവർ വിചാരിച്ചു. പിന്നെ പറയുന്നത് ഷീ ഡസ് നോട്ട് ട്രസ്റ്റ് ഇൻ ദ ലോഡ്. ഇതാണ് എല്ലാ പാപത്തിൻ്റെയും റൂട്ടെന്ന് പറഞ്ഞാൽ അതാണ് ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്നത്. നമുക്കറിയാം ഈ 666 എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എല്ലാവരും പറയും പിശാചിൻ്റെ നമ്പർ അതായിരിക്കും, കമ്പ്യൂട്ടറായിരിക്കും, എല്ലാവരും പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഞാനൊരു മെസ്സേജ് കേട്ട് ജോൺ 6:66 പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഡിപ്പാർട്ട് ചെയ്തു. ഏത് കഴിഞ്ഞാൽ സത്യവചനം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ദൈവത്തിൽ യേശുവിൽ ട്രസ്റ്റ് ചെയ്യാതെ എല്ലാവരും അവനെ വിട്ടുപോയെന്ന്. അന്നേരം ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാതെ, യേശുവിൻ്റെ വാക്കിൽ വിശ്വസിക്കാതെ ദൈവത്തെ വിട്ടുപോകുന്നതാണ് 666. അതല്ലേ അന്ത്യക്രിസ്തുവിൻ്റെയൊക്കെ പറയുന്നത്. ആൻറ്റിക്രൈസ്റ്റിനെ അതല്ലയോ, യേശുവിനെ വിശ്വസിക്കത്തില്ല, ട്രസ്റ്റ് ചെയ്യത്തില്ല. അന്നേരം ഈ 666 പറയുമ്പോൾ ഏറ്റവും നല്ലത് ഓർക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ 6:66. ഞാൻ അടുത്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അത് ഓർമ്മ വരുന്നൊരു വാക്യമാണ്. പിന്നെ അന്നേരം എല്ലാ പാപത്തിൻ്റെയും റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാത്തതാണ്. പക്ഷേ ദൈവം എന്തോ ആഗ്രഹിക്കുന്ന, കം നിയർ ടു മീ ആൻഡ് ഐ വിൽ കം നിയർ ടു യു എന്ന് എപ്പോഴും ഒരു ദൈവം എപ്പോഴും പറയുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അടുത്തോട്ട് വിളിക്കുമ്പോൾ അവർ അടുത്തോട്ട് ഓടി വരുന്ന ആ ഒരു പിതാവിൻ്റെ സ്നേഹമാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. കാരണം ഇതിലെഴുതിയിരിക്കുന്നത് ഷീ ഡസ് നോട്ട് ഡ്രോ നിയർ ടു ഹർ ഗോഡ്. എന്നിട്ട് ആരൊക്കെയാണ് തെറ്റിപ്പോയത്? അതുകൊണ്ട് നമുക്കറിയാം ഇത് യെരുശലേമിലേക്കുള്ള ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ്. ഒഫീഷ്യൽസ്, അവരുടെ റൂളേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ പ്രോഫറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, താഴോട്ട് വരുമ്പോൾ പ്രീസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്നേരം അവരെല്ലാം തെറ്റിപ്പോയിരിക്കുവാണ്. ഒരുത്തം പോലും നല്ലതില്ല. ഇതാ എവിടുത്തെ ദൈവത്തിൻ്റെ സ്വന്തം സാം 87 അറിയാം, ഗോഡ് ലവ്സ് ദ ഗേറ്റ്സ് ഓഫ് സിയോൺ മോർ ദാൻ എനിത്തിങ് എൽസ്. അതിന് ദൈവത്തിന് യെരുശലേം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഹൃദയമാണ്. പക്ഷേ അവിടുത്തെ ആളുകൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോയിരിക്കുന്നുണ്ട്.
ദൈവത്തിന് നല്ലൊരു ഒരു ഇടയനായിട്ട് അവരുടെ പുറകെ നടക്കണമെന്നുണ്ട്. പക്ഷേ ആടുകൾ ദൈവത്തിന് ആ ഇടയൻ്റെ ശബ്ദം കേൾക്കാതെ അവരുടെ പ്രൈഡും കൊണ്ട് അവർക്ക് ഒരു കരക്ഷനും വേണ്ട, ഡിസിപ്ലിൻ വേണ്ട, അവർ പാപത്തിലേക്ക് വീഴാനാണ് അവർക്ക് ഏറ്റവും ആഗ്രഹം. അവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളും ഇന്ന് ദൈവം നമുക്ക് എത്ര വാഗ്ദത്തങ്ങൾ ബൈബിളിൽ കൂടെ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാം പ്രോമിസസിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ, നമ്മളതിൽ ആശ്രയിക്കുന്നുണ്ടോ? പല പ്രാവശ്യവും നമ്മുടെ വിശ്വാസത്തിൽ നമ്മളങ്ങ് വീണു പോകുന്നുണ്ടല്ലേ. പല പ്രാവശ്യം നമ്മൾ ഓർക്കും, ഇത് ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല, നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ എന്തുവല്ലോ ഒന്ന് ചെയ്യാനായിട്ട് നോക്കും. ഇതൊക്കെ ദൈവത്തിൻ്റെ ഹൃദയത്തെ തകർക്കുന്ന വിഷയങ്ങളാണ്. പിന്നെ നമ്മൾ അതിൻ്റെ 5 നോക്കുമ്പോൾ 5 തൊട്ട് 7 നോക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യരെത്ര എത്ര ദുഷ്ടന്മാരാണേലും നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ ക്യാരക്ടർ ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. ദൈവത്തിൻ്റെ ക്യാരക്ടർ, ആ റൈച്ചസ് ക്യാരക്ടർ, ആ ലവിങ് ക്യാരക്ടർ ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. അതിൻ്റെ 5 പറഞ്ഞിരിക്കുന്ന ദ ലോർഡ് വിത്തിൻ ഹെർ ഈസ് റൈച്ചിയസ് and do no violence the Lord within her is righteous, he does no wrong, morning by morning he dispenses his justice, and every new day he does not fail, yet the unrighteous know no shame. ഇത് തന്നെയാണ് ലാമെൻറ്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം 3:22 എഴുതിയിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ ലോർഡ്സ് ഗ്രേറ്റ് ലവ്, അല്ലെ മേഴ്സി, അല്ലെ സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, വി ആർ നോട്ട് കൺസ്യൂംഡ്. നമ്മൾ നശിച്ചു പോകുന്നില്ല. എന്തുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമുക്ക് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ദൈവം ചാൻസ് തരുന്നത്? കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ. ഫോർ ഹിസ് കമ്പാഷൻസ് നെവർ ഫെയിൽ. ദൈവം ഒത്തിരി കരുണയുള്ള ദൈവമാണ്. ദേ ആർ ന്യൂ എവറി മോർണിംഗ്, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്ഫുൾനെസ്. നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് ഈ ഒരു വാക്യം നമ്മളൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവത്തിൻ്റെ ആ വിശ്വസ്തത. എന്തൊരു നല്ല ദൈവം നമ്മൾ ഓരോ ദിവസവും നടത്തുന്നുണ്ടല്ലോ. ആ ഒരു വിശ്വസ്തത നമുക്ക് വരുമ്പോൾ നമുക്ക് ജീവിക്കാൻ, ആ ദിവസം ജീവിക്കാനുള്ളൊരു നമുക്കൊരു പ്രത്യാശ വരും. അങ്ങനെ നമ്മൾ കാണും ഇങ്ങനെ ഇടയ്ക്ക് വിട്ട് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പറയുന്നുണ്ട്. 5 പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ 9 പറയുന്നുണ്ട്, പിന്നെ 17. അങ്ങനെ ജഡ്ജ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ കൈവിടുമല്ല. അവിടെ എല്ലാം ദൈവത്തിൻ്റെ ഒരു സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ദൈവം എന്തിനാ ഇതൊക്കെ കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ? നമ്മളെ അതിൽ ഒരു ലെസൺ പഠിപ്പിക്കാൻ, നമ്മളെ വാൺ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ മനസ്സെടുത്ത് അത് പഠിക്കാൻ ദൈവത്തെ പറയുന്നുണ്ടല്ലോ, എൻ്റെ നുകം ലഘുവാണ് അല്ലയോ, മൈ യോക്ക് ഈസ് ലൈറ്റ് ആൻഡ് ഇറ്റ്സ് ഈസി ടു ക്യാരി. അന്നേരം നമ്മൾ ആ ഒരു ബേർഡൻ എടുത്താൽ, നമ്മുടെ എല്ലാ ബേർഡനും നമ്മൾ കാൽവരി ക്രൂശിലേക്ക് കൊണ്ടുവന്ന് അതെല്ലാം കർത്താവിൻ്റെ കരത്തിൽ കൊടുക്കുമ്പോൾ കർത്താവ് നമുക്ക് ഭയങ്കര ആശ്വാസം തരും. പിന്നെ അതിൻ്റെ 6 തൊട്ട് പറയുന്നത് ആ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച്. അവിടെ എല്ലാ നേഷൻസിനെ കട്ട് ചെയ്യും, അവിടുത്തെ സ്ട്രീറ്റൊക്കെ ഡെസേർട്ടായി, ആരും ഇല്ലാതെയായിരിക്കും, അവിടെ സിറ്റിയെല്ലാം ഡിസ്ട്രോയ് ചെയ്യും, ആരും അവിടെ ശേഷിക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ 7 പറയുന്നുണ്ട്, ഐ സെഡ് ടു ദ സിറ്റി ഷ്യൂർലി യു വിൽ ഫിയർ മീ ആൻഡ് ആക്സെപ്റ്റ് കറക്ഷൻ. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? കാരണം അവർ ദൈവത്തെ ഭയക്കാൻ, അവർ ദൈവത്തിൻ്റെ കറക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ 8 നമ്മൾ കാണുന്നത്, therefore wait for me declares the Lord, for the day I will stand up to testify. ഒരു ദിവസം വരുന്നുണ്ട്, ദൈവം നമുക്ക് വേണ്ടി ന്യായവിധിക്കും, ദൈവം നമുക്ക് വേണ്ടി നിൽക്കും. ആരും നമുക്ക് വേണ്ടി നിന്നില്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി നിൽക്കും. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? വെയിറ്റ് ഫോർ മീ, ശാന്തമായിട്ട്, ബി സ്റ്റിൽ. അത് ദൈവം ഒരു തകർന്നൊരു ഹൃദയം കൊണ്ടാണ് പറയുന്നത്. പിന്നെ ദൈവത്തിൻ്റെ ആഗ്രഹം എന്തുവാ? ദൈവം എല്ലാ നേഷൻസിനെയും അതിനേക്കാൾ മേലെ നമ്മളെ നിർത്താൻ, നമ്മളെ മാനിക്കാൻ, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്നുള്ളൊരു വാക്യം ഉണ്ടല്ലോ. അതുകൊണ്ട് ദൈവം എന്തോ അത് ചെയ്യാൻ പോകുന്ന കർത്താവിൻ്റെ 2ാം വരവിൽ കർത്താവിൻ്റെ ഒരു പ്ലാനാണ്. എല്ലാ നേഷൻസിനെയും ഗ്യാദർ ചെയ്യും. അത് ഇസ്രായേൽ ഒരു സ്ഥലം ഇപ്പോഴേ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നല്ലോ പറയുന്നത്. അവിടെ എല്ലാ നേഷൻസിനെ, എല്ലാവരും ഏർത്ത്ലി രാജാക്കന്മാരെ അവിടെ കൂട്ടി വന്നിട്ട് അവിടെ ദൈവത്തിൻ്റെ ഉഗ്ര കോപം അവിടെ ജ്വലിക്കും. അതിൻ്റെ 8 പറയുന്നുണ്ട്, ആൻഡ് ടു പോർ ഔട്ട് മൈ wrath on them all my fierce anger, the whole world will be consumed by the fire of my jealous anger. അന്നേരം എല്ലാ പാപവും എല്ലാ ദുഷ്ടതയും അവിടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, സാത്താനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ലോകം എന്തുവാണ്? അതാണ് മില്ലേനിയൽ കിങ്ഡം. ആ മില്ലേനിയൽ കിങ്ഡം നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, പ്രത്യാശയോടെ നമ്മൾ അതിനല്ലേ ജീവിക്കുന്ന. നിത്യതയും 1000 ആണ്ട് വാഴ്ചക്കാലവും 1000 ആണ്ട് വാഴ്ചക്കാലത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഒരു സ്നേഹമുള്ളൊരു പിതാവ് യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. എല്ലാം റെസ്റ്റോർ ചെയ്തത്. അത് ആ മില്ലേനിയൽ കിങ്ഡം. അവിടെ പാപമില്ല, അവിടെ ദുഷ്ടതയില്ല, അവിടെ രോഗമില്ല, അതെല്ലാം അവിടുന്ന് മാഞ്ഞു കളഞ്ഞു. ആ എല്ലാ ലോകം, എസ്പെഷ്യലി ഇസ്രായേൽ മക്കൾ അവിടെ വന്ന് വർഷിപ്പ് ചെയ്യും. അവർ സ്തുതിയുടെ ഓഫറിങ്സ് ഓഫ് പ്രേസ് കൊണ്ടുവരും. കാരണം യേശു അവിടെ
തിരിച്ചു വന്നു. റെവലേഷനിലൊക്കെ നമ്മൾ വായിക്കുന്ന പോലെ യേശു എങ്ങനെ വരുന്നത്, ഹി വിൽ കം വിത്ത് പവർ ആൻഡ് ഗ്ലോറി. പിന്നെ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയല്ല, കാരണം അവിടെ പാപമില്ല. ആ ഒരു സുന്ദരമായ ആ ദിവസത്തിന് വേണ്ടി നമ്മുടെ പ്രത്യാശ അതാണല്ലോ. നമ്മൾ ഈ പ്രത്യാശയിലാണല്ലോ ജീവിക്കുന്നത്. കാരണം ഇപ്പോൾ ഇച്ചിരി കണ്ണിൻ്റെയും പ്രയാസം ഉണ്ടെങ്കിലും ഒരു ദിവസം സന്തോഷ ദിവസം വരുമെന്ന് നമുക്ക് അറിയാം. കാരണം അവിടെ ലോർഡ് ജീസസിൻ്റെ ലീഡർഷിപ്പിൽ അതിൻ്റെ കൂടെ നമ്മളും ഉണ്ട്. ഹി വിൽ കം ബാക്ക് വിത്ത് ഹിസ് റിഡീംഡ് പീപ്പിൾ. അന്നേരം റിഡീംഡ് പീപ്പിൾ ആകുമ്പോൾ അവിടെ ഒരു പ്രൗഡ് വൺസിനും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതൊക്കെ താഴോട്ട് നമ്മൾ ആ ചാപ്റ്റർ 3 വായിക്കും പറയാം, ഒരു പ്രൗഡ് വൺസ് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ആർക്കും നമ്മുടെ സ്വന്തം പ്രവൃത്തിയിലല്ലല്ലോ, അത് ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമാണല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടതും നമ്മളെ റിഡീം ചെയ്ത് വീണ്ടെടുക്കപ്പെട്ട്. അന്നേരം നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ 12 അവിടെ ആരൊക്കെ ഉണ്ട് ഈ പുതിയ സിറ്റിയിൽ? അവിടെ മീക്കായിട്ടുള്ളവർ, ഹമ്പിളായിട്ടുള്ളവർ, ഹു ട്രസ്റ്റഡ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്, അങ്ങനത്തെ ആളുകളെ അവിടെ കാണത്തുള്ളൂ, അല്ലാത്തവരവിടെ കാണത്തില്ല. അത് ആ സ്ഥലത്ത് എപ്പോഴും സമാധാനവും എപ്പോഴും പ്രോസ്പെരിറ്റി, പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഉള്ളൊരു സ്ഥലമായിരിക്കും. പിന്നെ നമ്മൾ താഴോട്ട് 14 to 20 നോക്കുമ്പോൾ ദൈവം ദ ലോർഡ് ഈസ് ആസ്കിങ് ദ റിഡീംഡ് പീപ്പിൾ. ആരാത്? ഡോട്ടർ ഓഫ് സയൺ, ജെറുസലേം പുത്രിമാരോട് പറയുക, നിങ്ങൾ യു സിങ്, യു ഷൗട്ട് ഫോർ ജോയ്. കാരണം എന്തിനാ? ദ ഗ്ലോറിയസ് പ്രോമിസ് ഓഫ് റെസ്റ്റോറേഷൻ വന്നിരിക്കുക, ദൈവത്തിൻ്റെ പ്രോമിസ് വന്നിരിക്കുകയാണ്. അവർ ദേ ഹാവ് ബീൻ സേവ്ഡ്. അവർ ഏതിൽ നിന്നൊക്കെ അവരെ വിടുവിക്കപ്പെട്ടത്? അവരെ അവരുടെ പാപത്തിൽ നിന്നും. ആരാ പാപത്തിൽ നിന്ന് വിടുവിപ്പിച്ചത്? യേശു കർത്താവ്. നമ്മളൊക്കെ എങ്ങനെ വീണ്ടെടുക്കപ്പെട്ട്? നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, യേശു നമ്മുടെ പാപം ഏറ്റെടുത്തെന്ന് പറഞ്ഞപ്പോൾ അന്നേരം ദൈവം നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് സേവ് ചെയ്തു. അതുമാത്രമല്ല, നമ്മുടെ എനിമീസ്, നമ്മുടെ ഏറ്റവും വലിയ എനിമി ആരായിരുന്നു? പിശാച്. അതിൽ നിന്ന് വിടുവിച്ചു. അതാണ് 15 പറയുന്നത്, the Lord has taken away your punishment. How? Through Christ. അല്ലേ? ക്രൈസ്റ്റ് സാക്രിഫൈസ് ഓൺ ദ ക്രോസ്. ആൻഡ് ഹി ഹാസ് ടേൺ ബാക്ക് യുവർ എനിമി. പിശാചിനെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ദ ലോർഡ് ദ കിങ് ഓഫ് ഇസ്രായേൽ വിത്ത് യു. നെവർ അഗെയിൻ വിൽ യു ഫിയർ എനി ഹാം. ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് ഒരു ഫ്യൂച്ചർ, അത് 1000 ആണ്ട് വർഷം അല്ലെങ്കിൽ മിലേനിയൽ കിങ്ഡം മാത്രമല്ല, ഇന്നും നമ്മൾ രക്ഷിക്കപ്പെട്ട ജനം, നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ജനം, നമ്മളെ പാപത്തിൽ നിന്നും പിശാചിൽ നിന്നും ഓരോ ദിവസവും ദൈവമാണല്ലോ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലേ? ആ ഒരു ഓർമ്മ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുക. അന്നേരം ഇതൊരു നല്ലൊരു പാസേജാണ്, ഒരു കംഫർട്ടിന് വേണ്ടി, നമുക്കൊരു എൻകറേജ്മെൻറ്റിന് വേണ്ടി. ദ ലോർഡ് ഈസ് വിത്ത് യു. ബൈബിളിൽ എപ്പോഴും നമ്മൾ വായിക്കുന്ന, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാത്തിലും ഉണ്ട്, ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അവൻ നിന്നെ കൈവിടുകയില്ല. ഒരു ഭയവും വരത്തില്ല, നീ ഭയപ്പെടേണ്ട. അതിൻ്റെ 15 17 എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വായിക്കുന്ന ആ 17 ലാസ്റ്റിൽ, ഹി വിൽ റിജോയ്സ് ഓവർ യു വിത്ത് സിംഗിങ്. അന്നേരം ദൈവം പാട്ട് പാടും. ദൈവം എപ്പോഴാണ് പാട്ട് പാടുന്നത്? ദൈവത്തിൻ്റെ മക്കൾ ദൈവവഴിയിൽ കൂടെ നടക്കുമ്പോൾ, ദൈവത്തോട് അടുത്ത് വരുമ്പോൾ, പ്രൈഡെല്ലാം നമ്മൾ വിട്ട് നമ്മൾ കർത്താവിനോട് പറ്റിച്ചേരുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഹൃദയത്തിലേക്ക് അകത്തോട്ട് ചെല്ലുമ്പോൾ അന്നേരം ദൈവം പാട്ട് പാടും. ദൈവത്തിൻ്റെ സന്തോഷം അതിലാണ്. ദൈവത്തിൻ്റെ സന്തോഷം വേറെ ഒന്നിലുമില്ല. ദൈവത്തിൻ്റെ സന്തോഷം ഇതിലാണ്. ദൈവമക്കൾ ദൈവത്തോട് പറ്റിച്ചേരുന്നു. നമ്മുടെ ദൈവത്തിന് എപ്പോഴും ഒരു ഫെലോഷിപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ദൈവമാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ സുന്ദരമായ ഭൂമിയും ആഘോഷമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തോ ചെയ്തു? ആദാമിനെ ഹവ്വയും സൃഷ്ടിച്ചു, അല്ലയോ? ആദാമിനെ ഹവ്വയെ അവിടെ ആക്കി. പക്ഷേ അവർ പാപത്തിൽ വീണു. അവർ പാപത്തിൽ വീണപ്പോൾ ദൈവത്തോടുള്ള ഫെലോഷിപ്പ് ഏറ്റവും ആദ്യം നഷ്ടപ്പെട്ട എന്തുമായിരുന്നു? ദൈവത്തോടുള്ള ഫെലോഷിപ്പ് അവിടെ അങ്ങ് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ദൈവം പിന്നെ അവിടുന്ന് ഒരു അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിൽ കൂടെ ഒരു മുഴുവൻ നേഷൻ, ഇസ്രായേൽ നേഷനെ വിളിച്ചു. പക്ഷേ അവരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു പോകും. നമ്മൾ ഓർക്കും, ഇത്രയും വലിയ നല്ല ദൈവത്തെ അവരതിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവത്തോട് പറ്റിച്ചേർന്നാൽ അത് നമുക്കല്ലേ നല്ലതെന്ന് ഓർക്കും. പക്ഷെ നമ്മളിന്നും അങ്ങനെയല്ലയോ? ദൈവം നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ തരുന്നു. പക്ഷേ നമ്മൾ ദൈവത്തോട് അടുക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ലോകക്കാരെയും നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ ജോലിയിലും ഒക്കെ നമ്മൾ എന്ത് ബിസിയായി ദൈവത്തെ അങ്ങ് അകറ്റി നിർത്തുന്നു. പിന്നെ പ്രയാസവും ഭാരവും വരുമ്പോഴാണ് ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലുന്നത്. അതുതന്നെയാണ് ഇസ്രായേൽ മക്കളും ചെയ്തത്. പക്ഷെ നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് പറ്റിച്ചേരുമ്പോൾ കർത്താവിൻ്റെ വലിയ കരം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഈ ദൈവം, ഈ മൈറ്റി ഗോഡ്, mighty God is with us, so we don't have to fear. He is so mighty that he will save us. എന്ത് സർക്കംസ്റ്റാൻസസ് ആണെങ്കിലും he will save us. അതിന് 20 ലാസ്റ്റ് വാക്യത്തിലോട്ട് വരുമ്പോൾ, at that time I will gather you, at that time I will bring you home. ആ നിത്യഭവനം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഭവനം, അവിടെ കണ്ണുനീരില്ല. റെവലേഷൻ 21-22 പറയുന്ന ആ ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതുമാത്രമല്ല, ദൈവം നമുക്കവിടെ ഓണർ തരും, പ്രൈസ് തരും. എല്ലാ ലോകരും കാണുന്ന ആ ഒരു ദിവസം ദൈവം നമ്മളെ ഓണർ ചെയ്യും. നമുക്കവിടെ എല്ലാ ഫോർച്യൂൺസും, നമ്മുടെ എല്ലാ ദുഷ്ടം കൊണ്ടുപോയതെല്ലാം, ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് ആയിരിക്കും കൊണ്ടുപോയത്, അതെല്ലാം ദൈവം തിരിച്ചു തരും. ഒരു പാട്ടുണ്ടല്ലോ, മൺമയാം ശരീരം ഈ വിൻറൂബി നൽകുമ്പോൾ, ഭയങ്കര നല്ലൊരു പാട്ടാണ്.
അവിടെ കുരുടന് കാഴ്ചയും മുടന്തൻ കുതിച്ചുയരും എന്ന് പറഞ്ഞൊരു പാട്ട്, നല്ലൊരു പാട്ട്. അതിനകത്തറിയാം അവിടെ രോഗമൊന്നുമില്ല, അവിടെ എപ്പോഴും സന്തോഷം മാത്രമാണ്. അവിടെ ആ ലെയിം അതിൻ്റെ മുന്നോട്ട് പറയുന്നുണ്ട്, അവിടെ ലെയിമിനെ റെസ്ക്യൂ ചെയ്യും. അതിൻ്റെ 19 ലെയിമിനെ റെസ്ക്യൂ ചെയ്യും. അവിടെ ആർക്കും ഒരു രോഗമൊന്നുമില്ല. കാരണം ദൈവമാണ് അവിടെ ദൈവമാണ് നമ്മുടെ ഡോക്ടർ, ദൈവമാണ് നമ്മുടെ ഷെപ്പേർഡ്, ദൈവമാണ് എപ്പോഴും നമ്മുടെ നടുക്ക് എപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇത് ഫ്യൂച്ചർ ജെറുസലേമിലേക്ക് വേണ്ടി മാത്രമല്ല, ഇത് ഇപ്പോഴും നമുക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. അന്നേരം നമ്മൾ കാണുന്നത് ദൈവം ഒരു നല്ലൊരു ജഡ്ജായിട്ട് നമുക്ക് കാണാൻ പറ്റും, ദൈവത്തെ നമുക്ക് നല്ല കിങ്ങായിട്ട് കാണാൻ പറ്റും. ദൈവം നമ്മുടെ ഒരു സേവിയറാണ്, രക്ഷകനാണ്. ദൈവം നമ്മുടെ വാരിയറാണ്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. ദൈവം ഒരു നല്ലൊരു ഗുഡ് ഷെപ്പേർഡിനെ പോലെ നമ്മളെ നമുക്കറിയാം ചില ഷിപ്പുകൾക്ക് നടക്കാൻ പറ്റത്തില്ല, ചിലത് വഴി തെറ്റിപ്പോവും. അന്നേരം അങ്ങനെ നല്ലൊരു ഇടയനെ പോലെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ആ ഭവനത്തിലേക്ക്, ആ ഷീപ്പിൻ്റെ ആ ഒരു പെന്നിലേക്ക് കൊണ്ടുവരുന്ന പോലെ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന്, അതാണ് ഗ്രേസ് എന്ന് പറയുന്നത്, അല്ലയോ? എല്ലാം തെറ്റിപ്പോയി ചിതറിപ്പോയി എല്ലാത്തിനെയും ഒരു കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ ലാസ്റ്റ് 20 വേഴ്സസ് നമ്മൾ കാണുന്നത്. സോ ഇറ്റ്സ് നോട്ട് വൺ വേ ജോയ്. ദൈവം നമ്മളെ വിടിവിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല സന്തോഷം, അത് ദൈവത്തിനും അത് ഭയങ്കര ഒരു സന്തോഷം. റെസ്റ്റോറേഷൻ, നമ്മുടെ ദൈവം ഒരു റെസ്റ്റോറേഷൻ്റെ ദൈവമാണ്, നമുക്കെല്ലാം തിരിച്ചു തരുന്ന ദൈവമാണ്. സോ വി ഷുഡ് ബി ഓൾവേസ് ജോയ്ഫുൾ. അതിൻ്റെ 3:17 പറയുന്ന പോലെ. അന്നേരം നമ്മൾ ഇച്ചിരി ബ്രേക്ക് വന്നു, അങ്ങനെ ആ ദൈവം നമ്മുടെ ഏറ്റവും വലിയ എപ്പോഴും കൂടിയിരിക്കുന്ന ദൈവമാണ്. സോ നമ്മൾ ഒരിക്കലും ഹോപ്പ് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും എന്തൊക്കെ ഡൂം ഓഫ് കമ്മിങ് ജഡ്ജ്മെൻറ്റ് ഉണ്ട്, പക്ഷേ അതിലൊക്കെ നമുക്കൊരു ഹോപ്പുണ്ട്. ദൈവജനത്തിനൊരു ഹോപ്പുണ്ട്, എ പ്രോമിസ് ഓഫ് റെസ്റ്റോറേഷൻ. പക്ഷേ ഒരു കാര്യം മാത്രം, നമ്മൾ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് നമ്മൾ ദൈവത്തിലേക്ക് അടുക്കണം, എന്നാലേ ദൈവം നമുക്ക് എപ്പോഴും കൂടിയിരിക്കത്തുള്ളൂ. സോ ഈ ഒരു സെഫന്യാട് ചാപ്റ്റർ 1, 2, 3 നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർന്നെന്ന് വിശ്വസിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് ഓൾ.